എന്തിനാ കുടുംബത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഉടവാള് വർമ്മ സാർ എന്റെ കൈകളിലേക്ക് തരുന്നേ? രാജു, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന്റെ ദൃഷ്ടിയില് ഋതുമോളുടെ കഴുത്തിൽ താലി കെട്ടിയത് രാജു ആണല്ലോ. അതുകൊണ്ട് ചേട്ടനെടുത്ത തീരുമാനമോ രാജു ഇത്. ചേട്ടനെ എതിർക്കാൻ. അപ്പോ അവൻ ദീപക് പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അധിക നേരം എന്തായാലും സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രാജുവിനോട് എല്ലാം തുറന്നു പറയാം. അതെ, നടക്കില്ല ശേഖരൻ സാറേ. ഋതിക മാഡത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നിട്ടുള്ള ഒരു ചടങ്ങും രാജുവിനെ കൊണ്ട് ഇവിടെ ഈ കാവില് ഇനി ചെയ്യാൻ കഴിയില്ല. വർമ്മ സാറിനോട് ഞാൻ സംസാരിച്ചോളാം. രാജു നിക്ക്. രാജു, കാവിലേക്ക് എത്താൻ ഇനി എത്ര ദൂരമുണ്ട്? ഇവിടെ നിന്നൊരു 62 കിലോമീറ്റർ ഉണ്ട് മാഡം. ഇനി അങ്ങോട്ട് ഫുൾ ഹൈ റേഞ്ചാ. ഓടിയെത്താൻ നല്ല സമയമെടുക്കും. അയ്യോ, ഒന്ന് മാക്സിമം വേഗത്തിൽ പോണേ. ശരി മാഡം. ശ്ശോ, ദൈവമേ. രാജു, രാജു നിക്ക്. രാജു, രാജു, രാജു പറയുന്നത് കേക്ക്. രാജു, രാജു, ശേഖരൻ സാർ മാറി നിൽക്ക്. രാജു ഒന്ന് നിക്ക്. രാജു, ശേഖരൻ സാർ മാറി നിൽക്കാൻ. രാജു. ഋതിക മാഡം മാറി നിൽക്ക്. എനിക്ക് വർമ്മ സാറിനെ കാണണം. സത്യങ്ങൾ പറയണം. എന്തിന്? അതെ, ഞാൻ സാറിനോട് പറഞ്ഞോളാം. രാജു വീണ്ടും പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്താ രാജുവിന്? എന്നെ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു പറ്റിച്ചു. ഇവിടെ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോ എനിക്ക് സത്യം വർമ്മ സാറിനോട് പറയണം. രാജു, ഞാൻ പറയുന്നത് കേക്ക്. രാജു വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. രാജു, രാജുവിന്റെ വീട്ടുകാരും ചേട്ടനും വലിയ പ്രതീക്ഷയില്ല. ഈ ചടങ്ങൂടെ മുടങ്ങിയാൽ എല്ലാരും വലിയ വിഷമത്തിലാവും. ഋതിക മാഡത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഉത്സവത്തിന്റെ ഒരു ചടങ്ങും ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ? അമ്മേ, അമ്മ പറഞ്ഞതുപോലെ ഞാൻ അവന് എരിവ് കയറ്റിയതേ ഉള്ളൂ. ആദ്യം അവിടെ കിടന്ന് പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. പുകയാൻ തുടങ്ങിയതല്ലടാ, പുകഞ്ഞെത്തി ആളിക്കത്താൻ തുടങ്ങിയതാ. അമ്മേ, ഉത്സവത്തിനല്ല പൂരത്തിനാ കൊടിയേറിയിരിക്കുന്നത്. ഇനി നമുക്ക് കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം കാണും. അതേടാ മോനെ. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ആ വർമ്മ സാറിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് എത്ര കാലം ഇതിനെ നമ്മൾ എല്ലാരും മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ശേഖരൻ സാർ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ശേഖരൻ സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വർമ്മ സാർ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ശേഖരൻ സാറിന് ഇതിനൊക്കെ പങ്കുണ്ടെന്ന് അറിയുകയാണെങ്കിലേ എങ്ങനെയായിരിക്കും വർമ്മ സാർ പ്രതികരിക്കാൻ പോകുന്നത്? രാജു, എനിക്കതൊന്നും അറിയണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞാലും തല്ലിയാലും കൊന്നാലും എനിക്ക് പ്രധാനം രാജുവിന്റെ ഋതികമുടെയും ജീവിതമാ. അവിടെ വരെ എത്തിയല്ലേ കാര്യങ്ങള്. ഞാനൊരു തിരുമണ്ടൻ. എന്നെ കരുവാക്കി നിങ്ങൾ എല്ലാരും കൂടി എന്തൊക്കെയാ പ്ലാൻ ചെയ്ത് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെല്ലാം തലകുലിക്ക് സമ്മതിച്ച് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുക. രാജു, ഇങ്ങനൊന്നും പറയല്ലേ. ശരിക്കും രാജുവിന്റെ ഉദ്ദേശം എന്താ? അച്ഛന് സന്തോഷമായും സമാധാനമായിട്ട് കാണണമെന്നാണോ? അതോ അച്ഛനെതിരെ ഗൂഢാലോചന നടത്തി അച്ഛന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം നടക്കണമെന്നാണോ? അതാണോ രാജുവിന് വേണ്ടേ? അമ്മേ, അതവള് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? അവള് പറയട്ടെടാ. അവൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഋതിക മാഡം, വർമ്മ സാറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആരൊക്കെ സാറിനെതിരെ എന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തിയാലും അതൊക്കെ പരിഹരിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാനുള്ള തന്റെടവും ആത്മവിശ്വാസവും എനിക്കുണ്ട്. പക്ഷെ ആ പേരില് ഋതിക മാഡത്തിന്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാഡവും ഞാനും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ വർമ്മ സാറിന്റെ പ്രശ്നം പരിഹരിക്കാനാവുന്നില്ല. അതെനിക്ക് തന്നെ ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ.
കണ്ടോടാ. ശരിക്കും ഏറ്റിട്ടുണ്ടമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെ. ദൈവമേ, എൻ്റെ മകൻ വിപരീതമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത അവനിലേക്ക് വന്നു ചേരുന്ന സ്വത്തും പണമൊന്നും അവനെക്കൊണ്ട് അനുഭവിക്കാനും എൻ്റെ മകനൊരു സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സുഖത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഋതിക മാഡത്തിൻ്റെ ജീവിതം. ആ പാവത്തിൻ്റെ ഇഷ്ടത്തിന് നന്നാവാനും പത്മാവതി മാഡത്തിൻ്റെ സത്യസന്ധത തെളിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് വർമ്മ സാറിൻ്റെ കുടുംബത്തിലുണ്ടായ ചില തെറ്റിദ്ധാരണകളും തെറ്റുകളും തിരുത്താനും ആഗ്രഹിച്ചു മാത്രമാണ് ഞാൻ. എല്ലാം അറിയുന്ന ദൈവങ്ങൾ തന്നെ എല്ലാം മംഗളമാക്കി തരണേ ഈശ്വര. അംബിക മാഡത്തിന് നടക്കാൻ പോകുന്ന ചടങ്ങുകൾ മുടക്കാൻ സാധിക്കില്ല ഈശ്വര. വേണുട്ടാ, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു. നിങ്ങളെന്താ ഇവിടെ വന്ന് തനിച്ചു നിൽക്കുന്നേ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അംബിക മാഡം നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ല അല്ലാതെ, ഞാനൊന്നും മാറി നിൽക്കാന്ന് കരുതി. ആ, അതാ ഇപ്പൊ നന്നായത്. ദേ, രാജുവിനെ അവര് ദേവിയുടെ മുമ്പിലേക്ക് ഇപ്പൊ കൊണ്ടുവരെന്നാ പറഞ്ഞേ. നിങ്ങളൊന്ന് വേഗം വന്നേ. ഞാൻ വരുന്നില്ല രാധേ, നീ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. ഇവിടെ നിൽക്കാനോ? അപ്പോ അവിടെ നടക്കാൻ പോകുന്നോന്ന് നിങ്ങക്ക് കാണണ്ടേ? ആ ചടങ്ങ് നമ്മുടെ മകൻ തന്നെ ചിലപ്പോ മുടക്കുന്ന് ഞാൻ എങ്ങനെ ഇവളോട് പറയും? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അത് ശരി, നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കുവാണോ? ആ, വർമ്മ സാറ് നിങ്ങളെ രണ്ടുപേരെ അന്വേഷിക്കുന്നുണ്ട്. ദേ വന്നേ ഇങ്ങോട്ട് വാ. നീ വാടാ, നമുക്ക് പ്രതാപനടുത്തേക്ക് പോവാം. വാ. അതൊന്നും ശരിയാവില്ല. രാജു പ്ലീസ് പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതല്ലേ. ഋതു മോളെ, ശേഖരേട്ടാ, എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ വഴക്കാണെന്ന് ചേട്ടൻ അറിഞ്ഞോ? ഇല്ല, പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ മോളെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാലോ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ രാജു? എന്താ മോളെ? എന്താണെങ്കിലും എന്നോട് പറയേ, ഈ ചെറിയമ്മ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ചെറിയമ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എന്താ രാജു ഇത്? ഈ അവസാന നിമിഷത്തില് രാജു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? രാജു ഇത്രയും സ്വാർത്ഥനാണെന്ന് ഞാൻ ഓർത്തില്ല. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കാര്യം ഇത്രയും നിർബന്ധിച്ച് രാജുവിനോട് പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണെന്നും രാജുവിനോട് ഞങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടാണ് രാജുവിനോട് ഇതൊക്കെ പറയുന്നതെന്ന് രാജുവിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? കഷ്ടമാണ് രാജു. രാജു വിചാരിക്കുന്ന പോലെ രാജുവിനെ അവിടെ കൊണ്ടുപോയി ഋതുമോളെ കൂടെ നിർത്തി മംഗല്യപൂജയൊന്നും അല്ല അവിടെ നടത്താൻ പോകുന്നത്. കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നൊരു ചടങ്ങ്. ആ പൂജയില് കുടുംബത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഒരാള് കുടുംബത്തിന് നല്ലതുണ്ടാവണമെന്ന് മനസ്സിൽ കരുതി പൂജയ്ക്ക് നിന്നാലേ പൂജയ്ക്ക് ഫലം ഉണ്ടാവൂ. രാജു അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കേണ്ടത് ദീപക്ക. ദീപക്കിനെ കൊണ്ട് അത് ചെയ്യിച്ച അവൻ കുടുംബത്തിനും പ്രതാപൻ ചേട്ടനും നല്ലത് വരണമെന്ന് അവൻ ചിന്തിക്കൂ. രാജു തന്നെ ഒന്ന് പറയേ. ഇനിയൊക്കെ രാജുവിന്റെ ഇഷ്ടം. ഋതുമോള് വാ. രാജു, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ നിന്റെ വാശി ഒന്ന് അവസാനിപ്പിക്കും. സാർ ഇത് എന്തൊക്കെയാ കാണിക്കുന്നത്? ശരി, ഞാൻ വരാം. യാമിനി മാഡം പറഞ്ഞ ശരിയാ. ദീപക് പൂജയ്ക്ക് നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് സമ്മതിക്കുന്നത്. അംബിക മാഡം എന്തായി?
രാജുവിനെ കൊണ്ട് സത്യം പറയിച്ചോ? എവിടെ? അവനെ ഒതുക്കാൻ കുറെ ഗുണ്ടകൾ ഇറക്കി നോക്കി, എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഗുണ്ടകളോ? രാജുവിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കിയോ? അയ്യോ, അതവന് പറഞ്ഞപ്പോ നാക്ക് പെശകിയതാ. അങ്ങനെയല്ല, ഏതോ കുറച്ച് ഗുണ്ടകള് പുഴയരികിൽ വെച്ച് രാജുവിനോട് എന്തോ പ്രശ്നം ഉണ്ടാക്കി. പ്രതാപൻ ഇടപെട്ട് അത് പരിഹരിക്കുകയും ചെയ്തു. ആ, ഈ ചടങ്ങിന്റെ കാര്യം എങ്ങനെയാ? മാഡം പറഞ്ഞതുപോലെ ഈ ചടങ്ങ് മുടങ്ങുമോ? അത് ശരി. അപ്പൊ ഇതിനൊന്നും ഒരു ഉറപ്പില്ലാതെയാണോ നീ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ പോവാ, നീ ഉത്സവം കൂട്ടിട്ട് വന്നേക്ക്. അയ്യോ, അല്ല, രുക്മിണി, പിണങ്ങി പോവല്ലേ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പിന്നെ എനിക്ക് വെറുതെ ഇവിടെ നിന്ന് ഉറക്കളയ്ക്കാനേ തലയ്ക്ക് വെളിവേടൊന്നുമില്ല. അമ്മേ, മാഡം പറയുന്നല്ലേ, നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഞാൻ 1 മണിക്കൂർ നോക്കും. എന്നിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് ഒന്നുകിൽ എന്റെ കൂടെ നീ വരണം, ഇല്ലെങ്കിൽ നീ എന്നെ പോകാൻ അനുവദിക്കണം. മനസ്സിലായോ? മനസ്സിലായി അമ്മേ. നീ വാ. എന്തൊരു അഹങ്കാരം അമ്മ ആ പെണ്ണുപിള്ളക്ക്. അമ്മ എന്തിനാ ഇങ്ങനെ അവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നത്? മുൻകോപികളുടെ വിവരദോഷികളുടെ മുന്നില് ഒന്ന് താഴ്ന്നു കൊടുത്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ വാ ദീപകേ. ദേവി, ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. രാജു അച്ഛന്റെ കയ്യിൽ നിന്ന് ഉടവാള് കയ്യിൽ വാങ്ങണേ. ഇവർക്കെന്താ ഇവിടെ കാര്യം? ആരാ ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അംബിക മാഡം ആയിരിക്കും. എന്താ സംശയം? ആ പെണ്ണുമ്പിള്ള തന്നെ ആയിരിക്കും. അവർക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ അമ്മേ. അതെ. രമ്യേ, നിങ്ങൾ വന്നതേ അവർക്കങ്ങ് തീരെ പിടിച്ചില്ലാന്ന് തോന്നുന്നു. പൂജ കഴിഞ്ഞു, ഇനി ഉടവാൾ കൈമാറ്റ ചടങ്ങിലേക്ക് കടക്കാം. ശരി, അങ്ങനെ ആയിട്ട് പറ്റി. ഞാൻ പോയി വിളിച്ചിട്ട് വരാം.
കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അച്ഛനമ്മമാരുടെയും വർമ്മസാറിന്റെയും അനുഗ്രഹം വാങ്ങിച്ചോളൂ. ദേവി തലമുറകളായി കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന പൊന്നുടവാളാണ്. അവിടുന്ന് കുടികൊള്ളുന്ന കുടുംബമാണ്. കാക്കണം, കാവലാവണം, തുണ വേണം. അവിടുന്ന് കുടിയിരിക്കുന്ന കുടുംബത്തിലെ പുതിയ സേനാധിപതിക്ക് ഉടവാൾ കൈമാറുകയാണ്. ദേവി, രാജു എതിരൊന്നും പറയല്ലേ. വർമ്മ സാറേ, ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചോളൂ. ശ്രീവിലാസം കോവിലകത്തെ പ്രധാനിയും കുടുംബത്തിന്റെ എല്ലാ സ്വത്തുക്കളുടെയും കുടുംബക്ഷേത്രത്തിന്റെയും സമ്പത്തുകളുടെയും നടത്തിപ്പവകാശിയായ ഞാൻ കുടുംബത്തിന്റെ അധികാര ചിഹ്നമായ തലമുറകളായി കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഉടവാൾ എന്റെ പരിപൂർണ സമ്മതത്തോടുകൂടി രാജുവിനെ ഏൽപ്പിക്കുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മുന്നോട്ട് വന്നു നിന്ന് എതിർപ്പുണ്ടെന്ന് പറയാം. അംബിക മേഡം ഇങ്ങനെ മിണ്ടാകുന്ന എങ്ങനെയാ? അമ്മേ, എനിക്ക് എതിർപ്പുണ്ടെന്ന് ഞാൻ പറയട്ടെ. നിനക്ക് ആ വാളുകൊണ്ട് പ്രതാപന്റെ കയ്യിൽ നിന്ന് കുത്തുകൊള്ളണോ? വേണ്ട. വേണ്ടെങ്കിൽ മിണ്ടാതെ നിൽക്ക്. ആർക്കും എതിർപ്പില്ലാന്ന് കരുതുന്നു. ഞാൻ ഈ ഉടവാള് രാജുവിന് കൈമാറാൻ പോവാണ്. രാജു, ഞാൻ പറയുന്നത് ഏറ്റുപറഞ്ഞ ശേഷം രാജു ഉടവാള് കയ്യിലേക്ക് വാങ്ങണം. കൃഷ്ണഗിരി വീട്ടിൽ വേണുവിന്റെയും രാധയുടെയും മകനായ രാജു എന്ന ഞാൻ. രാജു, ഏറ്റുപറയാം. കൃഷ്ണഗിരി വീട്ടിൽ വേണുവിന്റെയും രാധയുടെയും മകനായ രാജു എന്ന ഞാൻ. ശ്രീവിലാസം തറവാട്ടിലെ പ്രതാപവർമ്മയുടെ ഒരേ ഒരു മകളെ വിവാഹം ചെയ്ത് ആ കുടുംബത്തിലെ ഒരു അംഗമാകുകയും. ഏറ്റുപറയൂ രാജു. അല്ല വർമ്മ സാറേ, ഞാൻ സമയം കളയാതെ പറയൂ രാജു. ശ്രീവിലാസം തറവാട്ടിലെ പ്രതാപവർമ്മയുടെ മകളെ വിവാഹം ചെയ്ത ഞാൻ ആ കുടുംബത്തിലെ അംഗമാവുകയും കുടുംബത്തിലെ പ്രധാനിയായ പ്രതാപവർമ്മയിൽ നിന്ന് കുടുംബത്തിന്റെ മേൽനോട്ടത്തിന്റെ അവകാശത്തിന്റെ ചിഹ്നമായ ഉടവാൾ പ്രതാപവർമ്മയിൽ നിന്നും സ്വീകരിച്ച് പ്രതാപവർമ്മയുടെ
മകളുടെ ഭർത്താവായ ഞാൻ എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ഏറ്റെടുക്കുന്നുവെന്നും കൂടാതെ പ്രതാപവർമ്മയുടെ പിന്മുറക്കാരനായി പ്രതാപവർമ്മയുടെ സ്ഥാനം ഇനി അങ്ങോട്ട് ഞാൻ നോക്കി നടത്തിക്കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. എന്താ തിരുമേനി പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവരൊക്കെ എന്നോട് പറഞ്ഞ്. വർമ്മ സാറിന്റെ സ്ഥാനത്ത് ഞാനോ? ഏയ് രാജു, നീ എന്തായി കാണിക്കുന്നേ? കൃത്യസമയത്ത് തന്നെ വീണ്ടും. വർമ്മ സാറ്, ഞാൻ എങ്ങനെ വർമ്മ സാറിന്റെ സ്ഥാനത്ത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ശേഖർ സാറേ, ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്. യാമിനി മാഡം,